നമുക്ക് ചിറ്റീന്തിൻ്റെ കാ പറിക്കാൻ പോയാലോ? നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു മലയുടെ മുകളിൽ ചിറ്റീന്ത് നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കൃഷികളൊക്കെ ചെയ്യുന്നതുകൊണ്ട് പല സ്ഥലങ്ങളിലും ഇതില്ല കേട്ടോ. കൃഷിയൊന്നും ചെയ്യാതെ കിടക്കുന്ന സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ടുള്ളത്. പനയുടെ വർഗ്ഗത്തിൽപ്പെടുന്ന ഒരു മരമാണ്. അതിൻ്റെ കായ ഉണ്ടാവും കേട്ടോ. കായ ഉണ്ടായി കഴിഞ്ഞാൽ അത് പഴുത്ത് വരുമ്പോൾ നല്ല കറുത്ത കളറാവും. ഈത്തപ്പഴം തന്നെയാണ് കേട്ടോ. അത്ര വലുപ്പമൊന്നും ഇല്ലാന്നേ ഉള്ളൂ, അത്ര കഴിക്കാനും ഇല്ല, കുഞ്ഞിതാണ്. പക്ഷെ അതേ ടേസ്റ്റ് തന്നെയാണ്. അതിൻ്റെ കുരുവാണേലും അതേപോലെ തന്നെയാണ്. ഇതിൻ്റെ ഓല വെച്ച് നമ്മൾ ചൂലൊക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഇവിടെ അടുത്തുള്ള കടകളിൽ, നമ്മുടെ ഇവിടുത്തെ കടകളിലൊക്കെ അതിൻ്റെ ചൂല് കിട്ടുകയും ചെയ്യും. കൂടുതലായിട്ടും ടൈൽസൊക്കെ വരുന്നതിന് മുന്നേ ആണ് കേട്ടോ ചൂലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഞാൻ കുറച്ച് വെട്ടിയെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കിളികൾക്കൊക്കെയാണ് ഇഷ്ടം പോലെ കഴിക്കാൻ കിട്ടുക. ചിറ്റീന്ന് കൊണ്ട് വീട്ടിൽ കൊടുത്ത് ഞങ്ങൾ എല്ലാവരും ഇരുന്ന് കഴിച്ചു. പിന്നെ ഉച്ചത്തെ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടേ കുറച്ച് ചോളം ഒടിക്കാൻ വന്നപ്പോൾ നല്ല മാങ്ങ പഴുത്ത് വെക്കുന്നു കേട്ടോ. കോമാങ്ങയാണ് അത്. ചെറിയൊരു മാവാണ്, അതിൽ നന്നായിട്ട് പഴുത്ത് വെക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ഞാൻ അതിൽ നിന്ന് കയറി പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. പണ്ടൊക്കെ എപ്പോഴും ഇങ്ങനെ മരത്തിൽ കയറുമായിരുന്നു. കുഞ്ഞു മരമൊക്കെ കാണുമ്പോൾ ഇപ്പോൾ കയറാനൊരാഗ്രഹം. അപ്പോൾ അങ്ങനെ കയറി മാങ്ങ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ചോളം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നട്ട ചോളം ഇവിടെ ഈ മലയിലായിരുന്നു നട്ടിട്ടുണ്ടായിരുന്നേ. വളത്തിൻ്റെ കുറച്ച് കുറവുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ചോളച്ചെടി ഒരുപാട് ഹൈറ്റൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചോളം വളരാത്തപ്പോൾ നമ്മൾ വിചാരിച്ച് ചോളം വലുതാവാതെ നിൽക്കുവായിരുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ചോളം കുറേ മൂത്ത് പോയിട്ടുണ്ടായിരുന്നു. മൂക്കാത്തൊക്കെ നമ്മൾ അന്ന് തന്നെ ഒടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. മൂത്തത് അങ്ങനെ നിർത്തി അത് ഉണക്കി. ഇനി അത് ഒടിച്ചെടുത്തിട്ട് അതിൻ്റെ ചോളം അടർത്തിയെടുത്ത് നമുക്കത് പൊടിക്കാനായിട്ട് കൊടുക്കണം. പൊടിച്ച് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കുക. ചോളപ്പൊടിയായിട്ട് വേണേൽ അങ്ങനെ എടുക്കാം. കൂടുതലായിട്ടും നല്ലത് അത് തരിയായിട്ട് പൊടിച്ചെടുത്ത് ഉപ്പുമാവ് ഉണ്ടാക്കുന്നതാണ്. ഇനി ചോളത്തിൻ്റെ പുറമേയുള്ള തോലൊക്കെ അവിടെ തന്നെ ഒടിച്ച് കളഞ്ഞിട്ട് വന്നു. അത് ഒരുപാടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ചാക്ക് കൊണ്ടുവന്ന് ചാക്കിൽ കൊള്ളത്തില്ലായിരുന്നേ. ചോളം മാത്രമായിട്ട് അത് ഒടിച്ചെടുത്ത് എന്നിട്ടത് വീട്ടിലോട്ട് കൊണ്ടുവന്ന് ഇനി അത് വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കണം. ഉണക്കിയിട്ട് വേണം നമുക്കതൊന്ന് അതിൽ നിന്ന് അടർത്തിയെടുക്കാനായിട്ട്. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടർത്തിയെടുക്കാനും എളുപ്പമായിരിക്കും. ഇതിന് വഴിക്ക് പിന്നെ ഒരു ചക്കയും കൂടെ നോക്കി. ആദ്യമായിട്ടുണ്ടായ ചക്കയാണ്. നമ്മൾ ആ നേരത്തെ മാങ്ങ പറിച്ചില്ല, അതിന് തൊട്ടടുത്തായിട്ട് നിൽക്കുന്ന ഒരു പ്ലാവാണ്. അത് പൊട്ടി നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നി അതൊരു കൂഴച്ചക്കയാണ്. സംശയമായിരുന്നു. അപ്പം നോക്കിയതാണ്. സാധാരണ ഇങ്ങനെ കൂഴപ്ലാവാണല്ലോ ചക്ക പൊട്ടുക. എന്തായാലും അത് കൂഴപ്ലാവ് അല്ലായിരുന്നു കേട്ടോ. പുഴുങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. നമുക്ക് അതിൽ നിന്ന് വേറെ ചക്കയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കൂഴയായിരുന്നില്ല, നല്ല വരിക്ക ചക്കയായിരുന്നു കേട്ടോ. അത് ഈ ഹിറ്റാച്ചി ഏരിയയിലായിരുന്നു. അതങ്ങാണ്ട് തട്ടിയിട്ടായിരുന്നു തോന്നുന്നു, പൊട്ടിയിട്ട് കറ വന്നിട്ടുണ്ടായിരുന്നേ. രാത്രി ആയപ്പോൾ പിന്നെ ഞങ്ങൾ ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കി മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു. അത് കൂട്ടി ഭക്ഷണം കഴിച്ചു.